ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ ഒരു നിമിഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? സോൾ കോൺട്രാക്റ്റ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ബാക്കി കാർഡ്സ് നോക്കാം. ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. തീർച്ചയായിട്ടും ഇത് കൂടുതൽ പേർക്കും ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട്, അതായത് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലായിട്ട് വന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. ഇതൊരു പൂർവ്വജന്മ ബന്ധമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കാരണം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിലും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ എന്ത് സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ടും ഈ റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്നും കാണുന്നുണ്ട്. അതായത് അവരുടെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ലൈഫിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ കുറച്ച് സമയത്ത് അവരുടെ കുറേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ്ഡ് ആവുകയും അവർ നിങ്ങളെ വിട്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ലൈഫൊന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് വീണ്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ എവർ ചേഞ്ച്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് അവർക്ക് തന്നെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നില്ല. അതായത് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഇവിടെ. ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണെങ്കിൽ പോലും, ഇനി അല്ലാത്തവരാണെന്നെങ്കിൽ പോലും, അവർക്ക് നിങ്ങളെ കൂടാതെ മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിലുണ്ട്. അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത, മേ ബി അത് ചില ആൾക്കാർക്കാണെങ്കിൽ അവരുടെ പാരൻസ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് ആ ഒരു സാഹചര്യത്തിന് ചേഞ്ച് ചെയ്ത് വരാനായിട്ട് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും ആ വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നില്ല, അവരെ മനസ്സിലാക്കുന്നില്ല, അവരുടെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ അവർക്ക് എപ്പോഴും നിങ്ങൾ മിസ് ചെയ്യാറുണ്ട്. ഓക്കെ, അവർക്ക് എപ്പോഴും ആ ഒരു കംഫർട്ട് ഉണ്ടാവുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ലൈഫ് ലോങ് നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം തകർന്നു പോയ റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ട്, ആ വ്യക്തി അത് കെയർ ചെയ്യുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു ദിവസം നിങ്ങളും ഒരുപാട് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തിയെ. കാരണം അത്രത്തോളം ഒക്കെയുള്ള അകലം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബീയിങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഓക്കെ, നിങ്ങളുമായിട്ട് ഇത്രയും ഡിസ്റ്റൻസിലായപ്പോഴും ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട് കാര്യങ്ങളിൽ. അവർ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല, അവരുടെ സാഹചര്യങ്ങളുടെ ആ ഒരു കംപ്രഷൻ കൊണ്ട് മാത്രം അവർ നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം. ആ ഒരു പ്രഷർ അവർക്ക് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളെ വിട്ടു പോയതായിരിക്കാം.
പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും അവർ എന്താണ് ഏകാന്തതയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ അറിയാൻ ആഗ്രഹിച്ചതും. കാരണം ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരാതിരിക്കില്ല. അത്രത്തോളം ഡിസ്റ്റൻസിലായിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. യാതൊരു കോണ്ടാക്റ്റും ഇല്ല, നേരിട്ട് കണ്ടിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടോ പോലും ഒരുപാട് നാളുകളായിട്ടുള്ള വ്യക്തികളും ഈ റീഡിങ്ങിലുണ്ട്. അവരുടെ എനർജീസ് ആണ് കൂടുതൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ലോങ് ഈ വ്യക്തിയുടെ ഓർമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഈ ഒരു ഓർമ്മ നിങ്ങളെ വിട്ടു പോവില്ല. ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയേണ്ടി വരുന്നത്. ഓക്കെ, ഈ റീഡിങ്ങിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. എന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് എന്നുകൂടി നമുക്ക് നോക്കാം. ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് ഇവിടെ വരുന്നത്? ഓക്കെ, യെസ്, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിലാണെന്നുള്ളത് തന്നെയാണ് വീണ്ടും ക്ലാരിറ്റി തന്നിരിക്കുന്നത്. അത്രയും ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവരുടെ തെറ്റുകൾ തിരുത്തണം എന്നവർ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ ഇപ്പോൾ അതിനായിട്ടുള്ള ഒരു ശ്രമങ്ങളിലായിരിക്കാം. നിങ്ങൾ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ഈ നിമിഷം ആഗ്രഹിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ അവരുടെ ഹൃദയം ആകെ തകർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഫീലിങ്സ് ഉണ്ടാവുന്നത്. നിങ്ങൾക്കും ഭയങ്കരമായിട്ടുള്ള സങ്കടം ഉണ്ടാവുകയാണ്. പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ലോസ് ഫീലിംഗ് ഉണ്ടാവുകയാണ്. ആ വ്യക്തിക്കും അതുപോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്യാണ്. ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു, ഡേ ഡ്രീമിങ്. എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെയല്ല, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസങ്ങളില്ല. ഓക്കെ, അത്രത്തോളം അവരുടെ മനസ്സിൽ പതിഞ്ഞു പോയൊരു ചിത്രമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് ഒരിക്കലും അവർ നിങ്ങളെ മറക്കാൻ സാധ്യതയില്ല. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരറ്റത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്ന് തന്നെയാണ്. ഇതറിയാൻ ആഗ്രഹിച്ചവർക്ക് ഞാൻ പറയുകയാണ്, ഈ ഒരു ബർത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഒന്നിച്ച് ചേരാൻ കഴിയാത്തതായിരിക്കാം. പക്ഷേ ഇനിയൊരു ജന്മം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നിരിക്കും. ഓക്കെ, തരത്തിലുള്ള സിറ്റുവേഷനാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു എനർജി അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലാത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഇവരെ കൂടെ കൂട്ടാൻ കഴിയില്ല, അത്തരത്തിലുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒഴിവാക്കാൻ കഴിയുന്ന ബന്ധങ്ങൾ ഒഴിവാക്കി പോകുന്നതാണ് നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കാണാൻ കഴിയാത്ത റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം റിലേഷൻഷിപ്പ് അതെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് ജീവിതമുണ്ട്, മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇനിയും ഫോക്കസ്ഡ് ആവണം. ഒരുപാട് മുന്നോട്ട് പോകാനുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഉൾക്കൊള്ളുക. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രം എൻഡായി പോകുന്നതാണോ ഒരു ലൈഫ്? അല്ല, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കടമകൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു കാര്യങ്ങളും അവസാനിച്ച് പോകുന്നില്ല. ഒരു സിറ്റുവേഷൻസും ലൈഫിൽ ഒരുപോലെ നിലനിൽക്കുന്നതല്ല. അതിലിങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി ഈ സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുമെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.